അപ്പു അപ്പു Yo. എന്ത് പറ്റി? Oh, fucking mad bitch. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. സോ യെസ്, ആ കണ്ടത് എന്നെ തന്നെയാണ്. അനസ്തേഷ്യയുടെ എഫക്റ്റിൽ ബോധമില്ലാതെ എന്തൊക്കെ വായി തോന്നുന്നു പിച്ചും പേയും വിളിച്ച് പറയുന്നത് തന്നെയാണ് നിങ്ങൾ കണ്ടത്. സോ സംഭവം ഇങ്ങനെയാണ്, വേറൊന്നുമല്ല. ഞാൻ ഈ ഇടയ്ക്കൊന്ന് വിന്നിപ്പെഗ് വരെ ഒരു ട്രിപ്പ് പോയായിരുന്നു. വിന്നിപ്പെഗ് പോകുന്ന വഴിക്ക് ഞാൻ ഒരുപാട് അസ്വസ്ഥതകൾ എനിക്ക് ഫീൽ ചെയ്ത്. എൻ്റെ വയറ് കയറി വീർക്കുന്നു, ഭയങ്കരമായിട്ട് ബ്ലോട്ടഡായി, എനിക്കൊന്നും കഴിക്കാൻ പറ്റുന്നില്ല, നേരെ ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നില്ല, ഒന്നും പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഞാൻ വിചാരിച്ച ഒരു കാര്യം ചെയ്യാം, തിരിച്ച് തണ്ടർബേയിൽ എത്തിയതിന് ശേഷം നമുക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് എന്താണെന്ന് വെച്ചാൽ നോക്കാം. അപ്പം വിന്നിപ്പെഗ് ഒരു 3 day ട്രിപ്പായിരുന്നു. ട്രിപ്പ് പോയതിന് ശേഷം തിരിച്ച് ഞാൻ തണ്ടർബേയിലെത്തിയപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് വേദന എന്ന് പറഞ്ഞാൽ നല്ല കോൺസ്റ്റൻ്റ് ആയിട്ട് എന്തോ വെച്ച് വയറിൻ്റെ അകത്തുനിന്ന് എന്തോ കുത്തുന്ന പോലത്തെ പെയിൻ. അപ്പോൾ ഞാൻ പിന്നെ പെട്ടെന്ന് ഫ്രണ്ട്സിനൊക്കെ എടുത്ത് പറഞ്ഞ്, എടാ വാ നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോകാൻ, എനിക്ക് പറ്റുന്നില്ല, കാര്യം എനിക്ക് ഒട്ടും ഡ്രൈവ് ചെയ്യാൻ പോലും പറ്റുന്നില്ല. ഭാഗ്യത്തിൽ ഞാൻ തിരിച്ച് തണ്ടർബേയിൽ എനിക്ക് ഡ്രൈവ് പോലും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായി. അപ്പം ഞാൻ നേരെ ഹോസ്പിറ്റലിൽ പോയി എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ ചെന്ന് ഡോക്ടറെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു കുറച്ച് ബ്ലഡ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരുമെന്ന്. അങ്ങനെ CT സ്കാൻസും ബ്ലഡ് വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഡോക്ടർ വന്ന് എൻ്റെ അടുത്ത് ഇരുന്ന് പറയും, ഭരത്തെ ഇത് കുറച്ച് പ്രശ്നമാണ്, നമുക്ക് ഇമ്മീഡിയറ്റ് ഒരു സർജറി വേണ്ടി വരും. സംഭവം എന്താണെന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു സിവിയറായിട്ട് അപ്പൻഡിക്സിൻ്റെ ഒരു ഇത് കണ്ടായിരുന്നു CT സ്കാനിൽ. അപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു ഇത് എത്രയും പെട്ടെന്ന് എടുത്ത് കളഞ്ഞേ പറ്റത്തുള്ളൂ, വച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, വച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങാനും ബേസ്റ്റ് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഇൻറ്റേർണൽ ഓർഗൻസിൽ സ്പ്രെഡായാൽ അത് ഭയങ്കരമായിട്ടൊരു പ്രശ്നമായി മാറും, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എടുത്ത് കളയാം. അങ്ങനെ അത് എടുത്ത് കളഞ്ഞതിൻ്റെ ഒരു സംഭവമാണ്. അത് എടുത്ത് കളഞ്ഞതെന്ന് പറഞ്ഞാൽ ഒട്ടും പ്രിപ്പയർഡ് അല്ലായിരുന്നു. ജസ്റ്റ് എന്തെങ്കിലും ഗ്യാസിൻ്റെ ടാബ്ലറ്റ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ പെയിൻ റിലീഫായിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ച് പോയാൽ ഞാനാണ് സർജറി കഴിഞ്ഞിറങ്ങിയത്. ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എന്താണ് കാനഡയിൽ വന്നിട്ട് എനിക്ക് പറ്റില്ല എന്ന് ഞാൻ വിചാരിച്ച് ആ കാര്യം തന്നെ അതെനിക്ക് പറ്റുകയും ചെയ്തു. പറ്റിയതിന് ശേഷം എന്താ പറയുക, ഇപ്പം കുറച്ച് റിലീഫുണ്ട്. ഡോക്ടർ 1 week ജോലിക്കൊന്നും പോകില്ലെന്നൊക്കെയുള്ള രീതിയിൽ പറഞ്ഞു. ഒരു 1 day അടുപ്പിച്ച് ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു. എന്നെ എന്താ പറയുക, രാത്രിയാണ് സർജറി കഴിഞ്ഞ്, അടുത്ത ദിവസം ഒരു വൈകിട്ടൊക്കെ ആയപ്പോഴത്തേക്ക് എന്നെ ഡിസ്ചാർജ് ചെയ്തു. ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. സോ വിന്നിപ്പെഗിൽ പോയതായാലും അങ്ങനെ ഒരുപാട് വീഡിയോസൊക്കെ ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചൊക്കെയായിരുന്നു. കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് വീഡിയോസൊന്നും ഇടാൻ പറ്റിയില്ല. വിന്നിപ്പെഗൊക്കെ പോയത് എൻ്റെ ലാസ്റ്റ് വീക്കിന് മുന്നത്തെ വീക്കെന്തോ ആയിരുന്നു. അപ്പം ഇങ്ങനത്തെ ഒരു ജേർണിയിലൂടെ പോകുന്നത് കാരണത്താൽ എനിക്ക് വീഡിയോസൊന്നും എഡിറ്റ് ചെയ്യാനോ അപ്ലോഡ് ചെയ്യാനോ പറ്റിയില്ലായിരുന്നു. അപ്പം ഇനി എനിക്ക് അതിനുള്ള ടൈം കിട്ടി ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും ദയവേത് നന്നായിട്ട് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ മോട്ടിവേഷനാണ് എനിക്ക് ആക്ച്വലി ഒരു സപ്പോർട്ടായിട്ട് കിട്ടുന്നത്. അപ്പം കൂടുതലും വീഡിയോസായിട്ട് നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു സോ മച്ച്. വിൽ സീ യു ഇൻ ദ നെക്സ്റ്റ് വൺ.